ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് കേട്ടോ. അതിനു മുമ്പായി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആക്ടിവിറ്റി 1 നോക്കൂ മക്കളെ, ലിസൺ ആൻഡ് ആൻസർ എന്നാണ് കേട്ടോ. കേട്ടിട്ട് ഉത്തരം പറയാനാണ്. നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു പോയമോ ഒക്കെ ചൊല്ലിത്തരും. അത് നല്ല ശ്രദ്ധിച്ച് കേട്ടിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആളായിരിക്കും നിങ്ങൾക്ക് ആക്ടിവിറ്റി 1 താഴെ ക്വസ്റ്റ്യൻസ് ആളായിട്ട് തന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിന് ആൻസർ ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഇനി ആക്ടിവിറ്റി 2 നോക്കൂ, റീഡ് ആൻഡ് റൈറ്റ്. റീഡ് ദ ഫോളോയിങ് സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. താഴെ നമുക്കൊരു സ്റ്റോറി തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് ഉത്തരങ്ങൾ എഴുതാനാണ് പറയുന്നത് കേട്ടോ. മിയാസ് പാരൻസ് സർപ്രൈസ്ഡ് ഹെർ വിത്ത് എ ന്യൂ ക്യാമറ ഓൺ ഹെർ ബർത്ത്ഡേ. അവളുടെ ബർത്ത്ഡേക്ക്, മിയയുടെ ബർത്ത്ഡേക്ക് അവളുടെ പാരൻസ് ഒരു ക്യാമറ നൽകി അവളെ സർപ്രൈസ് ചെയ്തു. മിയാസ് ഐസ് സ്പാർക്കിൾഡ് ആസ് ഹി ഹെൽഡ് ദ ക്യാമറ. അവൾ ആ ക്യാമറ പിടിച്ചപ്പോൾ അവളുടെ കണ്ണുകളെല്ലാം സന്തോഷം കൊണ്ട് തിളങ്ങി. ഷീ വാസ് ഈഗർ ടു ടേക്ക് ഹെർ ഫസ്റ്റ് ഷോട്ട്. അവൾ അവളുടെ ആദ്യത്തെ ഫോട്ടോ എടുക്കാൻ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഷീ വാക്ക്ഡ് അറൗണ്ട് ഹെർ ബാക്ക് യാർഡ്. അവൾ അവളുടെ മുറ്റത്തിലൂടെ നടന്നു. ആൻഡ് ടുക്ക് ഫോട്ടോസ് ഓഫ് ഫ്ലവേഴ്സ്, ബേർഡ്സ് ആൻഡ് ട്രീസ്. എന്നിട്ട് പൂക്കളുടെയും മരങ്ങളുടെയും കിളികളുടെയും ഒക്കെ ഫോട്ടോസ് എടുത്തു. ആസ് ദ സൺ ബിഗാൻ ടു സെറ്റ് ഷീ ക്യാപ്ചേർഡ് എ സ്റ്റണ്ണിങ് സൺസെറ്റ് ഓൾസോ. സൂര്യൻ അസ്തമിക്കാൻ നിന്നപ്പോൾ അവൾ അതും എന്ത് ചെയ്തു? ഫോട്ടോ എടുത്തു. ഇറ്റ് വാസ് എ പെർഫെക്റ്റ് ഷോട്ട്. അതൊരു പെർഫെക്റ്റ് ഷോട്ടായിരുന്നു. ദിസ് ഈസ് വെരി നൈസ് സെഡ് മദർ. അവളുടെ അമ്മ പറഞ്ഞു. ഇത് നല്ല ഭംഗിയുണ്ടെന്ന് അമ്മ പറഞ്ഞു കേട്ടോ. മിയാസ് പാരൻസ് വർ ഇംപ്രസ്ഡ് ബൈ ഹെർ ടാലൻറ്റ് ഇൻ ഫോട്ടോഗ്രാഫി ആൻഡ് എൻകറേജ്ഡ് ഹെർ. അവൾ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കുന്നത് കണ്ട് അവളുടെ പാരൻസ് എന്ത് ചെയ്തു? എല്ലാവരും നല്ല പ്രൗഡായി. എന്നിട്ട് അവളെ എൻകറേജ് ചെയ്തു. ഇനിയും ഒരുപാട് നല്ല ഫോട്ടോസൊക്കെ എടുക്കണം അവളെ പ്രോത്സാഹിപ്പിച്ചു. കീപ് പ്രാക്ടീസിങ് ഫോട്ടോഗ്രാഫി, യു വിൽ ബിക്കം എ ഫൈൻ ഫോട്ടോഗ്രാഫർ, ഹെർ ഫാദർ സെഡ്. അച്ഛൻ എന്താ പറഞ്ഞേ? ഇനിയും ഒരുപാട് ഫോട്ടോസ് ആൾ എടുക്കണം, നീ ഒരു നല്ല ഫോട്ടോഗ്രാഫർ ആവും. ആഫ്റ്റർ ദാറ്റ് മിയ ബിക്കെയിം മോർ കോൺഫിഡൻറ്റ് ഇൻ ഫോട്ടോഗ്രാഫി. അതിനുശേഷം അവൾക്ക് ഫോട്ടോഗ്രാഫിയിൽ നല്ല കോൺഫിഡൻറ്റ് കിട്ടാൻ വേണ്ടി തുടങ്ങി. ഷി ക്യാപ്ചേർഡ് ദ ബ്യൂട്ടി ഓഫ് ദ വേൾഡ്. അവൾ ഈ ലോകത്തിൻ്റെ സൗന്ദര്യം മുഴുവൻ എന്ത് ചെയ്തു? ക്യാമറയിലൂടെ പകർത്തി. ഇനി നോക്കൂ, ഈ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? വാട്ട് ഡിഡ് മിയ ഗെറ്റ് ഫോർ ഹെർ ബർത്ത്ഡേ? അവളുടെ ബർത്ത്ഡേക്ക് എന്താണ് കിട്ടിയത്? ക്യാമറയാണല്ലേ. സെക്കൻഡ് വൺ, മിയ ടുക്ക് ഫോട്ടോസ് ഓഫ് ഓപ്ഷൻ എ ബാക്ക് യാർഡ്, ബി ആനിമൽസ്, സി ഫ്ലവേഴ്സ്, ബേർഡ്സ് ആൻഡ് ട്രീസ്, ഡി ഹിൽസ്. അവൾ എന്തിനൊക്കെ ഫോട്ടോസാ മക്കളെ ആദ്യം പകർത്തിയത്? യെസ്, ഓപ്ഷൻ സി ആണ്, ഫ്ലവേഴ്സ്, ബേർഡ്സ് ആൻഡ് ട്രീസ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ സിമിലർ വേർഡ് ഫോർ വണ്ടേർഡ് ഫ്രം ദ സ്റ്റോറി. എന്താണ്? ഇംപ്രസ്ഡ് അല്ലേ. ഇംപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വണ്ടേർഡ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ദിസ് ഈസ് വെരി നൈസ്, മിയാസ് മദർ സെഡ് ലുക്കിംഗ് അറ്റ് ദ ഫോട്ടോ ഓഫ് ക്യാമറ, ഫ്ലവേഴ്സ്, ട്രീസ്, സൺസെറ്റ്. മിയയുടെ അമ്മ അങ്ങനെ പറഞ്ഞത് എന്തിൻ്റെ ഫോട്ടോ കണ്ടിട്ടാണ്? ക്യാമറയുടേതാണോ, സൺസെറ്റിൻ്റെതാണോ, ട്രീസിൻ്റെതാണോ, ഫ്ലവേഴ്സിൻ്റെതാണോ? സൺസെറ്റിൻ്റെതാണല്ലേ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ഹൗ ഡിഡ് മിയാസ് പാരൻസ് റിയാക്ട് ടു ഹെർ ഫോട്ടോസ്? അവളുടെ ഫോട്ടോയോട് എങ്ങനെയാണ് അവളുടെ പാരൻസ് റിയാക്ട് ചെയ്തത്? ഓപ്ഷൻ എ സെഡ് നത്തിങ്, ഒന്നും പറഞ്ഞില്ല. ബി സ്കോൾഡഡ്, വഴക്ക് പറഞ്ഞു. സി എൻകറേജ്ഡ്, അവളെ പ്രോത്സാഹിപ്പിച്ചു. ഡി ഡിസ്കറേജ്ഡ്, അവളെ തരം താഴ്ത്തി. എങ്ങനെയായിരുന്നു? സി ആണല്ലേ. അവളെ എൻകറേജ് ചെയ്തു, പ്രോത്സാഹിപ്പിച്ചു. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കൂ, ആക്ടിവിറ്റി 3, മീറ്റ് ദ ഹീറോ. എ ഫോമർ സ്റ്റുഡൻറ് ഓഫ് യുവർ സ്കൂൾ ഗെറ്റ്സ് എ ലിറ്റററി അവാർഡ് ഫോർ ദ ബെസ്റ്റ് നോവൽ. ഹി വിസിറ്റ്സ് യുവർ സ്കൂൾ ടു ടോക്ക് വിത്ത് യു. അപ്പം എന്താ പറയുന്നത്? നിങ്ങളുടെ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിക്ക് ബെസ്റ്റ് നോവലിനുള്ള അവാർഡ് കിട്ടി. അവൻ നിങ്ങളുടെ സ്കൂള് വിസിറ്റ് ചെയ്യുന്നു, നിങ്ങളുമായിട്ട് സംസാരിക്കുന്നു. പ്രിപ്പയർ സം ക്വസ്റ്റ്യൻസ് ടു ടോക്ക് വിത്ത് ദ ഗസ്റ്റ്, എനി 3 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ ഗസ്റ്റുമായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ ചോദിക്കാനുള്ള ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻസ് ആൾ എഴുതാനാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. നമുക്ക് എന്തെല്ലാം ചോദിക്കാൻ വേണ്ടി പറ്റും? വാട്ട് ഇൻസ്പയർഡ് യു ടു റൈറ്റ് യുവർ അവാർഡ് വിന്നിംഗ് നോവൽ? ഈ നോവൽ എഴുതാൻ വേണ്ടി നിങ്ങളെ ഇൻസ്പയർ ചെയ്തത് എന്താണ്? ഹൗ ഡസ് ഇറ്റ് ഫീൽ ടു റിട്ടേൺ ടു യുവർ ഓൾഡ് സ്കൂൾ ആസ് എ സക്സസ്ഫുൾ ഓതർ?
ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു എഴുത്തുകാരനായി നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ സ്കൂളിലേക്ക് തിരിച്ചു വന്നപ്പോൾ എന്ത് ഫീലാണ് നിങ്ങൾക്ക് കിട്ടിയത്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വാട്ട് അഡ്വൈസ് വുഡ് യു ഗീവ് ടു സ്റ്റുഡൻസ് ഹു വാണ്ട് ടു റൈറ്റ് ദെയർ ഓൺ സ്റ്റോറീസ്? നിങ്ങളെപ്പോലെ സ്വന്തമായിട്ട് കഥകളൊക്കെ എഴുതാൻ വേണ്ടി താല്പര്യമുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത്? ഓക്കെ, ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൾ എഴുതാൻ വേണ്ടി പറ്റൂട്ടോ. നമ്മളോട് ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ആൾ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. ഇനി ആക്ടിവിറ്റി 4 നോക്കൂ. അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ കോൺവേഴ്സേഷൻ ആണ്. ലില്ലി ക്രൈഡ് ബിക്കോസ് ഷീ വാസ് സെപ്പറേറ്റഡ് ഫ്രം ഹെർ ബെസ്റ്റ് ഫ്രണ്ട് മാക്സ്. ലില്ലി അവളുടെ മാക്സ് എന്ന ബെസ്റ്റ് ഫ്രണ്ടിൽ നിന്നും എന്താ പറയുക, സെപ്പറേറ്റ് ആയിട്ട് വേറെ സ്കൂളിലേക്ക് പോയി. മാക്സ് വാസ് ഓൾസോ സാഡ്. മാക്സും ഒരുപാട് സങ്കടത്തിലാണ്, ലില്ലിയും സങ്കടത്തിലാണ്. മിസ്സിങ് ഹിസ് ഫ്രണ്ട് ലില്ലി. അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള ലില്ലിയെ മിസ് ചെയ്തുകൊണ്ട് അവനും സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. സോ മാക്സ് കോൾഡ് ഹെർ ഓൺ ഹെർ മൊബൈൽ ഫോൺ. സോ അവരെന്ത് ചെയ്തു, മൊബൈൽ ഫോണിലൂടെ വിളിച്ചു. റൈറ്റ് ദ കോൺവേഴ്സേഷൻ ബിറ്റ്വീൻ ലില്ലി ആൻഡ് മാക്സ്. ലില്ലിയും മാക്സും തമ്മിലുള്ള കോൺവേഴ്സേഷൻ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ മാക്സ് എന്താ പറയുന്നത്? ഹേയ് ലില്ലി, ഇറ്റ്സ് മീ മാക്സ്. ഞാനാണ് മാക്സ് ആണ് എന്നവൻ പറയുന്നുണ്ട്. അപ്പോൾ ലില്ലി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, പിന്നെ മാക്സ് എന്തായിരിക്കും പറയുന്നുണ്ടാവുക എന്നുള്ളൊരു കോൺവേഴ്സേഷനാണ് നമുക്ക് എഴുതാൻ വേണ്ടി ചോദിക്കുന്നത് കേട്ടോ. ലില്ലി എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? ഓ മാക്സ്, ഐ മിസ് യു സോ മച്ച്. ഐ വാസ് ജസ്റ്റ് ക്രൈം ബിക്കോസ് വി വേർ സെപ്പറേറ്റഡ്. മാക്സ് ആണോ, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. ഞാൻ ഇതുവരെ നമ്മൾ സെപ്പറേറ്റ് ആയതുകൊണ്ട് കരയുകയായിരുന്നു. മാക്സ് എന്ത് പറയും? ഡോണ്ട് ക്രൈ ലില്ലി, കരയണ്ട ലില്ലി. ഐ മിസ് യു ടു, ഞാനും നിന്നെ മിസ് ചെയ്യുന്നുണ്ട്. ബട്ട് വി ക്യാൻ ടോക്ക് ഓൺ ദ ഫോൺ എവറി ഡേ. പക്ഷെ നമുക്കെന്നും ഫോൺ വിളിക്കാലോ. അപ്പോൾ ലില്ലി എന്ത് പറയും? ദാറ്റ് മേക്സ് മീ ഫീൽ മച്ച് ബെറ്റർ. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. വെൻ വിൽ വി ഏബിൾ ടു മീറ്റ് അഗെയിൻ? നമ്മൾ ഇനി വീണ്ടും എപ്പോഴാണ് കാണുക? അപ്പോൾ മാക്സ് പറയും, വിൽ ആസ്ക് മൈ പാരൻസ് ഇഫ് വി ക്യാൻ വിസിറ്റ് യു ദിസ് വീക്കെൻഡ്. ഈ സൺഡേയും മറ്റും ഒഴിവുള്ള ദിവസം നിന്നെ കാണാൻ വേണ്ടി പറ്റുമോ എന്ന് ഞാൻ എൻ്റെ പേരൻസിനോട് ചോദിക്കട്ടെ. സ്റ്റേ ഹാപ്പി അൺടിൽ ദെൻ. അതുവരെ നീ സന്തോഷമായിട്ടിരിക്കട്ടോ. ഓക്കെ, ചെറിയൊരു കോൺവെർസേഷനാണ്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കൂ. അതിലെ ബി ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. സം ഇവൻറ്റ്സ് ആർ ഗിവൺ ബിലോ. ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ് ഇൻ ടു എ നറേറ്റീവ്. നോക്കൂ, നമുക്കവിടെ ഒരു 4 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. എന്താണ്? ഫ്ലഡ് വന്നപ്പോഴുള്ള, വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോഴുള്ളത്തെ ഒരു പിക്ചേഴ്സ് പോലെയാണ് അല്ലേ. ഒരാൾ വെള്ളത്തിൽ മുങ്ങുന്നു, പിന്നെ ഹെലികോപ്റ്റർ വന്ന് റെസ്ക്യൂ ചെയ്യുന്നു, പിന്നെ ഒരു ഫയർഫോഴ്സ് ഒരു കുട്ടിയെ കയറിലൂടെ വലിച്ചു കയറ്റുന്നു, പിന്നെ കുട്ടിയെ പാരൻസിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു അല്ലേ. ഇത് നമ്മളോട് എന്താ പറയുന്നത്? ഒരു നറേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫായിട്ട് എഴുതാനാണ് പറയുന്നത് കേട്ടോ. എ ഹെവി ഫ്ലഡ് ഹിറ്റ് എ വില്ലേജ് കവറിംഗ് ഹൗസസ് ആൻഡ് ട്രീസ് ഇൻ ഡീപ് വാട്ടർ. ഒരു വില്ലേജിൽ എന്ത് വന്നു? അങ്ങനെ ശക്തമായിട്ടുള്ളൊരു വെള്ളപ്പൊക്കം വന്ന് വീടുകളും മരങ്ങളും ഒക്കെ വെള്ളത്തിനടിയിൽപ്പെട്ടു. പീപ്പിൾ വെർ സ്ട്രാൻഡഡ് ഓൺ ദെയർ റൂഫ് വേവിങ് ദെയർ ഹാൻഡ്സ് ഡെസ്പറേറ്റ്ലി ഫോർ ഹെൽപ്പ്. ജനങ്ങളെല്ലാം ഒറ്റപ്പെട്ട് അവരുടെ വീട്ടിൽ അഥവാ മേൽക്കൂരയിൽ മാത്രം ഒറ്റപ്പെട്ട് നിന്നു. എന്നിട്ട് അവരെന്താ ചെയ്തേ? കൈകൾ ഉയർത്തി കാണിച്ചു. ഡെസ്പറേറ്റ്ലി ഫോർ ഹെൽപ്പ്. സൂൺ എ റെസ്ക്യൂ ഹെലികോപ്റ്റർ അറൈവ്ഡ് ഇൻ ദ സ്കൈ. പെട്ടെന്ന് താമസിയാതെ ഒരു ഹെലികോപ്റ്റർ, പ്രവർത്തകരുടെ ഭാഗമായിട്ടുള്ള ഹെലികോപ്റ്റർ ആകാശത്ത് വന്നു. ദ റെസ്ക്യൂ ടീം സ്പോട്ടഡ് ദ ട്രേപ്ഡ് പീപ്പിൾ ഫ്രം എബവ്. അവർ മുകളിൽ നിന്ന് ഒറ്റപ്പെട്ടിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലുള്ള ആളുകളെ കണ്ടുപിടിച്ചു. വൺ ബ്രേവ് റെസ്ക്യൂ വർക്കർ ടൈഡ് എ സ്ട്രോങ് റോപ്പ് അറൗണ്ട് ഹിംസെൽഫ് ആൻഡ് ക്ലൈംബഡ് ഡൗൺ ഫ്രം ദ ഹെലികോപ്റ്റർ. അതിൽ കൂട്ടത്തിലൊരു ധൈര്യശാലിയായിട്ടുള്ള റെസ്ക്യൂ ഓഫീസർ അയാളുടെ ദേഹത്ത് കയറ് ചുറ്റിയിട്ട് താഴേക്ക് ഇറങ്ങി. ഹി കെയർഫുള്ളി പിക്ക്ഡ് അപ്പ് എ യങ് ചൈൽഡ് ടു സേവ് ഹിം ഫ്രം ദ ഡേഞ്ചർ. അദ്ദേഹം എന്താ ചെയ്തേ? ശ്രദ്ധാപൂർവം ആ കുട്ടിയെ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. ഫൈനലി ദ റെസ്ക്യൂ ടീം ബ്രോഡ് ദ ബോയ് സേഫ്ലി ബാക്ക് ടു ഹിസ് ഫാമിലി. എന്നിട്ട് എന്താ ചെയ്തേ? ആ കുട്ടിയെ അവൻ്റെ വീട്ടുകാരുടെ അടുത്തേക്ക് തന്നെ കൊണ്ടു ചെന്നാക്കിട്ടോ. ഹിസ് മദർ ആൻഡ് ഫാദർ വെർ വെരി ഹാപ്പി. അച്ഛനും അമ്മയും അവനെ കണ്ടതിൽ ഒരുപാട് സന്തോഷിച്ചു. ആൻഡ് റിലീവ്ഡ് ടു ഹോൾ ദെയർ സൺ അഗെയിൻ ആൻഡ് ദേ താങ്ക്ഡ് ദ ബ്രേവ് റെസ്ക്യൂ വർക്കേഴ്സ്. അവരുടെ മകനെ ഹഗ് ചെയ്തിട്ട് ഇവരെന്താ ചെയ്തേ? ആ റെസ്ക്യൂ വർക്കേഴ്സിന് നന്ദി പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കൂ. ആക്ടിവിറ്റി 5. അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദ ഫോളോയിങ്. ഇവിടെയും 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, എ ഓർ ബി. അതിലേതെങ്കിലും ഒന്ന് എഴുതാനാണ് നിങ്ങളോട് പറയുന്നത്. എ എന്താണ്? ഡയറി എൻട്രി, ഡയറി എഴുതാനാണ് കേട്ടോ. ദ ഫയർമാൻ ചെക്ക്ഡ് ദിൽനാസ് മദർ ആൻഡ് ഗേവ് ഹെർ ഫസ്റ്റ് എയ്ഡ്.
ഫയർമാന് ദിൽനയുടെ അമ്മയെ ചെക്ക് ചെയ്തിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. സ്ലോലി ഷീ ഓപ്പൺ ഹെർ ഐസ്. സാവധാനം അമ്മ കണ്ണു തുറന്നു. ദാറ്റ് നൈറ്റ് ദിൽന റോഡ് ഹെർ ഫീലിങ്സ് ഇൻ ഹെർ ഡയറി. ആ ദിവസം ദിൽന അവളുടെ ഡയറിയിൽ അവളുടെ ഫീലിങ്സ് ഒക്കെ എഴുതി. വാട്ട് വുഡ് ഷീ റൈറ്റ് ഇൻ ഹെർ ഡയറി? എന്തായിരിക്കും ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അവിടെ നമുക്കൊരു മോഡൽ തന്നിട്ടുണ്ട്. September 3 മൺഡേ. ഐ കാനോട്ട് ഫോർഗറ്റ് ദിസ് ഡേ. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ബാക്കിയുള്ളത് നമ്മൾ എഴുതണം കേട്ടോ. എന്തൊക്കെയായിരിക്കും അതിൽ ദിൽന എഴുതിയിട്ടുണ്ടാവുക? ഇറ്റ് വാസ് ദ മോസ്റ്റ് ടെറിഫൈങ് ഡേ ഓഫ് മൈ ലൈഫ്. ഇതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പേടിപ്പെടുത്തിയ ദിവസം. സഡൻലി മൈ മദർ ഫെയിൻറ്റഡ് ആൻഡ് ഫെൽ ടു ദ ഫ്ലോർ. പെട്ടെന്നായിരുന്നു എൻ്റെ അമ്മ തലകറങ്ങിയിട്ട് നിലത്തേക്ക് വീണ് കിടന്നത്. മൈ ബ്രദർ ആൻഡ് ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു. എനിക്കും എൻ്റെ ബ്രദറിനും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. വി വർ ക്രൈയിങ് ആൻഡ് സോ സ്കെയർഡ് ദാറ്റ് സംതിങ് ടെറിബിൾ ഹാഡ് ഹാപ്പൻ ടു ഹെർ. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് കരഞ്ഞു. സഡൻലി ഐ റിമെമ്പേർഡ് അബൌട്ട് ദ ഗെയിം ദാറ്റ് ടോൾഡ് ബൈ ഗ്രാൻഡ്മ. പെട്ടെന്നാണ് മുത്തശ്ശി എന്നെ പഠിപ്പിച്ച ഗെയിമിനാണ് ഓർമ്മ വന്നത്. ദെൻ ഐ ടേക്ക് ദ ഫോൺ ആൻഡ് കോൾ ടു 101. പിന്നെ ഞാൻ അപ്പോൾ തന്നെ ഫോൺ എടുത്ത് 101 വിളിച്ചു. താങ്ക്ഫുള്ളി ദ ബ്രേവ് ഫയർമാൻ ഐ അറൈവ്ഡ് ജസ്റ്റ് ഇൻ ടൈം. പെട്ടെന്ന് തന്നെ ഫയർമാന് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ദേ വർ സോ കാം ആൻഡ് കൈൻഡ്. അവരെങ്ങനെയുള്ള ആളുകളായിരുന്നു? കാം ആൻഡ് കൈൻഡ് അല്ലേ, നല്ല ദയയുള്ളവരായിരുന്നു. ദേ ക്വിക്ക്ലി ചെക്ക്ഡ് ഹെർ പൾസ് ആൻഡ് ഗേവ് ഹെർ ഫസ്റ്റ് എയ്ഡ് റൈറ്റ് അവേ. അവർ പെട്ടെന്ന് തന്നെ അമ്മയുടെ പൾസൊക്കെ നോക്കിയിട്ട് അമ്മയ്ക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. ആഫ്റ്റർ സം ടൈം ഷീ സ്ലോലി ഓപ്പൺ ഹെർ ഐസ്. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അമ്മ മെല്ലെ കണ്ണുകൾ തുറന്നു. ഐ ഫെൽറ്റ് എ മാസീവ് വേവ് ഓഫ് റിലീഫ് വാഷ് ഓവർ മീ വെൻ ഐ സോ ഹെർ ലുക്കിംഗ് ബാക്ക് അറ്റ് അസ്. അമ്മ ഞങ്ങളെ നോക്കുന്നത് കണ്ടപ്പോൾ എനിക്കെന്താ വലിയൊരു ആശ്വാസം കിട്ടിയതുപോലെ തോന്നി. ഐ ആം സോ ഡീപ്ലി ഗ്രേറ്റ്ഫുൾ ടു ദ ഫയർമാൻ ഹു സേവ്ഡ് ഹെർ ടുഡേ. എൻ്റെ അമ്മയെ ഇന്ന് രക്ഷിച്ച ഫയർമാനോട് ഞാൻ ഒരുപാട് നന്ദിയുള്ളവളാണ്. ഐ ഹോപ്പ് ഷീ റിക്കവേഴ്സ് കംപ്ലീറ്റ്ലി വെരി സൂൺ. അമ്മ പൂർണ്ണമായും ഭേദമാവുമെന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. ചെറിയൊരു ഡയറിയാണ് കേട്ടോ മക്കളെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ബി ക്വസ്റ്റ്യൻ ആണ്, നോട്ടീസ് ആണ് കേട്ടോ. ദിൽന വാസ് ഇൻവൈറ്റഡ് ടു അവർ സ്കൂൾ ടു റിസീവ് എൻ അവാർഡ് ഫോർ ദ ബ്രേവറി. ധീരതയ്ക്കുള്ള അവാർഡ് വാങ്ങാനായിട്ട് ദിൽനയെ നിങ്ങളുടെ സ്കൂളിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. പ്രിപ്പയർ നോട്ടീസ് ഫോർ ദ പ്രോഗ്രാം. ആ പ്രോഗ്രാമിന് വേണ്ടിയുള്ളൊരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. വെന്യൂ, ഡേറ്റ്, ടൈം, ചീഫ് ഗസ്റ്റ്, ഇനാഗുറേഷൻ എല്ലാം അവിടെ തന്നിട്ടുണ്ട്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമുക്കൊരു നോട്ടീസ് എഴുതാൻ. നോക്കൂ എന്തെല്ലാം എഴുതണം. നോട്ടീസ് എന്ന് എഴുതണം, പിന്നെ ഒരു ഹെഡിങ് അല്ലേ, അവാർഡ് സെറമണി ബ്രേവറി അവാർഡ് എന്നാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ സ്കൂളിൻ്റെ പേര് എഴുതണം. ഓൺ 5th September 2026 at 10 AM. വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മുകളിൽ കൊടുക്കണം. അതിനുശേഷം വേണം നമ്മൾ എന്താണ് കാര്യം എന്ന് എഴുതാൻ കേട്ടോ. ദിസ് ഈസ് ടു ഇൻഫോം ഓൾ സ്റ്റുഡൻസ് ദാറ്റ് എൻ അവാർഡ് സെറമണി വിൽ ബി ഹെൽഡ് ടു ഹോണർ ദിൽന ഫോർ ഹെർ എക്സെപ്ഷണൽ ബ്രേവറി. ഇതെന്തിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്? അവൾ ദിൽന എന്ന് പറയുന്ന കുട്ടിയുടെ ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കുന്ന സെറിമണിയെ കുറിച്ച് അല്ലെങ്കിൽ പ്രോഗ്രാമിനെ കുറിച്ച് എല്ലാവരെയും ഇൻഫോം ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ദിൽന വിൽ ബി ദ ചീഫ് ഗസ്റ്റ് ഫോർ ദ ഒക്കേഷൻ ഹൂ സേവ്ഡ് ഹെർ മദർ ഇൻ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ. ഈ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിലെ ചീഫ് ഗസ്റ്റ് ആരാണ്? ദിൽനയാണ്. ദിൽന ആരാണ്? അവളുടെ അമ്മയെ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിൽ രക്ഷപ്പെടുത്തിയ കുട്ടിയാണ്. ദ പ്രോഗ്രാം വിൽ ബി ഇനാഗുറേറ്റഡ് ബൈ ദ ഹോണറബിൾ പഞ്ചായത്ത് പ്രസിഡന്റ്. ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും ഈ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യുന്നത്, ഉദ്ഘാടനം ചെയ്യുന്നത്. ഓൾ ആർ വെൽക്കം ടു ദ പ്രോഗ്രാം. എന്നിട്ട് അതിന് താഴെ സ്ഥലവും ഡേറ്റും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു സൈഡിൽ ഹെഡ് മാസ്റ്റർ GLP സ്കൂൾ തൈക്കാട് അങ്ങനെയും എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഒരു നോട്ടീസിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഒരു കോളം കൂടി വരയ്ക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. മക്കളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റായി നൽകണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്